12ാം വർണ്ണകം ആത്മാവിൻ്റെ അഖണ്ഡാർത്ഥ രഹസ്യത്തെ പറയും. നമുക്ക് ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അത് കുറച്ച് ടഫാണ്. കാരണം എന്തിനാണ് ഈ അഖണ്ഡാർത്ഥം പറയേണ്ടതെന്ന് ചോദിച്ചാൽ, ഇവർ പറയുന്നത് ഈ സച്ചിദാനന്ദം മൂന്നായിട്ട് പറഞ്ഞു. ആത്മാവിൻ്റെ സ്വരൂപം സച്ചിദാനന്ദം എന്ന് പറഞ്ഞിട്ട് ഈ 11ാം വർണ്ണകത്തിൽ നമുക്ക് സത്ത് ഏത്, ചിത്ത് ഏത്, ആനന്ദമേതെന്ന് പറഞ്ഞു തന്നു. സത്ത്, ചിത്ത്, ആനന്ദം, ഇത് മൂന്നും പറഞ്ഞതിന് ശേഷം അപ്പോഴും ശിഷ്യനുണ്ടായ ഒരു സംശയമാണ്, സ്വാമി സത്ത്, ചിത്ത്, ആനന്ദം എന്ന് പറയുമ്പോൾ മൂന്നായില്ലേ? ഈ മൂന്നെണ്ണം എങ്ങനെയാണ് ഇത് ഒന്നാണല്ലോ സംഭവം, പക്ഷെ അങ്ങനെ എങ്ങനെ ഒക്കുമെന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് 12ാം വർണ്ണകം പറഞ്ഞു തുടങ്ങിയത്. കുറെ പറഞ്ഞു, അത് കാലപരിച്ഛേദം, ദേശപരിച്ഛേദമൊക്കെ ഓർമ്മയുണ്ടോ? ഇപ്പൊ ഈ ആത്മാവിനെ പറ്റി പറയുമ്പോൾ 3 പരിച്ഛേദങ്ങളും ഇല്ലാത്ത അപരിച്ഛിന്നമായ ഒന്നാണ് ഈ ആത്മാവ്. പറയണ ഈ ദേശകാല വസ്തു പരിച്ഛേദം 3 സ്വഭാവത്തിൽ ദേഹത്തിനല്ലാതെ പരിപൂർണനായ പ്രത്യേകാത്മാവിന് പരിച്ഛേദത്രയവുമില്ല. പ്രത്യേകാത്മാവ് പരിപൂർണ ബ്രഹ്മത്തിന് ദേശപരിച്ഛേദമില്ല എന്നത് എങ്ങനെ അറിയപ്പെടുമെന്നാൽ, കുടമിരിക്കുന്നു, പടമിരിക്കുന്നു, ചുവരിയ്ക്കുന്നു എന്നും, ഭൂമി ഇരിക്കുന്നു, ജലമിരിക്കുന്നു, തേജസ് ഇരിക്കുന്നു, വായു ഇരിക്കുന്നു, ആകാശമിരിക്കുന്നു എന്നും ഈ വിധമായ ഭൂതബോധീയ പ്രപഞ്ചത്തിൽ സദ്രൂപമായിട്ട് തന്നെ അനുഭവിക്കുന്നതിനാൽ ആത്മാവിന് വിഭുത്വം ഇരിക്കുന്നു. ഇങ്ങനെ സർവവ്യാപകനായ ആത്മാവിന് ദേശപരിച്ഛേദമില്ല. മുൻപ് പറഞ്ഞ യുക്തിയാൽ തന്നെ ആത്മാവിന് അനാദിത്വം ഇരിക്കുന്നു, നിത്യമായിരിക്കുന്നതിനാൽ വരുംകാല പരിച്ഛേദമില്ല. അതിനാൽ തുടർന്നു വരുന്ന ഒരു കാലത്തിലും ഈ കാരണത്താൽ കാലപരിച്ഛേദവുമില്ല. ഇങ്ങനെ കഴിഞ്ഞ കാലം, വരുംകാലം സംബന്ധമുള്ള ആത്മാവ് ഒരുവനായിരിക്കുന്നതിനാൽ ആത്മാവിന് ഇപ്പോഴുള്ള കാലപരിച്ഛേദവുമില്ല. ആത്മാവിന് വസ്തുപരിച്ഛേദരാഹിത്യം എങ്ങനെയെന്നാൽ, ആത്മാവ് സർവ്വവസ്തുക്കൾക്കും ആത്മാവായിരിക്കുന്നതിനാൽ വസ്തുപരിച്ഛേദമില്ല. ഈ പരിച്ഛേദം വെച്ചാൽ അതിന് വരുമ്പെന്നൊക്കെയാണ് അർത്ഥം. ഒരു ക്ലിപ്തത, മനസ്സിലായില്ലേ? ലോകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലിപ്തതയുണ്ട്. അത് അത്രയെന്ന് പറയാൻ സാധിക്കുന്ന വിധത്തിലാണ്. ആകാശത്തിന് പോലും അങ്ങനെയാണ് സാധിക്കുമെന്നുള്ളത്. പക്ഷേ ഈ ആത്മാവിനെ പറ്റി പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ദേശം കൊണ്ടോ കാലം കൊണ്ടോ അവസ്ഥ കൊണ്ടോ ഇത് ബാധിക്കില്ല. ഇതില്ലാത്ത ഒരിടവും ഇല്ല. സർവവ്യാപകമായിരിക്കുന്നു ആത്മാവ്. അപ്പോൾ ആകാശം സർവവ്യാപകമല്ലേ എന്നൊക്കെ ചോദിച്ച് വരുമ്പോൾ പറയേണ്ടത്, ഈ ആകാശം ഉണ്ടായതാണ്. മനസ്സിലായില്ലേ? ആകാശം ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഇല്ലായ്മ വരും. ഒരു കാലത്ത് ഇല്ലായ്മ വരും. ഇത് ഉണ്ടായത് എങ്ങനെയെന്നുള്ളത് നമുക്ക് ആദ്യമേ തന്നെ പറഞ്ഞു തന്നു. എങ്ങനെയാണ്? ഈ വിക്ഷേപ ശക്തിയിൽ നിന്ന് ആദ്യം ഉണ്ടായത് ആകാശ തന്മാത്രയാണ്. തന്മാത്ര എന്ന് വെച്ചാൽ അറിയാമോ? അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരു ആകാശം, അതാണ് ആദ്യം ഉണ്ടായത്. ഈ ആകാശത്തിൽ നിന്ന് പരമ്പരയായിട്ടാണ് വായു, അഗ്നി, ജലം, പൃഥ്വി, ഇങ്ങനെ 4 ഭൂതങ്ങളും അതിൻ്റെ പാരന്റ് മാറ്ററായിട്ടിരിക്കുന്നത് ഈ ആകാശമാണ്. എല്ലാത്തിൻ്റെയും ഉറവിടം ആകാശമാണ്. ആകാശത്തിൽ നിന്നാണ് വായു, വായുവിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് വായു, ആകാശം, ജലം, അങ്ങനെ പൃഥ്വി വരെ ഈ പറയുന്ന 5 ഭൂതങ്ങൾ ക്രമത്തിൽ വന്നിരിക്കുന്നു. ഇവർ തമ്മിലുള്ള സംബന്ധം എന്താണെന്ന് ചോദിച്ചാൽ 10 ഇരട്ടി വലിപ്പമാണ് ഓരോന്നിനും. പൃഥ്വിയുടെ 10 മടങ്ങാണ് അതിൽ വന്നിരിക്കുന്ന ജലം, ജലത്തിൻ്റെ 10 മടങ്ങാണ് അതിൽ വന്നിരിക്കുന്ന അഗ്നി, അഗ്നിയുടെ അതിൽ നിന്ന് ഇങ്ങനെ കൂടി ആകാശത്തെ പറ്റി പറയുമ്പോൾ അതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മൂലമായിരിക്കുന്നത്. ഈ ആകാശം പോലും ബാധിക്കപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം ബാധിക്കപ്പെടുന്നത് കൊണ്ട്, ദേശം കൊണ്ടോ കാലം കൊണ്ടോ അവസ്ഥ കൊണ്ടോ ബാധിക്കാത്ത ഒന്ന്, അതാണ് ആത്മാവിൻ്റെ നിർവചനമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. സത്ത് ബാധിക്കപ്പെടുന്നില്ല, ചിത്ത് ബാധിക്കപ്പെടുന്നില്ല, ആനന്ദവും ബാധിക്കപ്പെടുന്നില്ല. ഈ രൂപത്തിലാണ് സത്യചിത്ത ആനന്ദ രൂപമായിട്ട് ഈ ആത്മാ അപരിച്ഛിന്നമായിട്ട് വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഇത് നിഷേധിക്കാൻ സാധിക്കാത്ത സത്യമായിട്ട് ഇത് വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കഥ പറഞ്ഞില്ലേ? പറഞ്ഞാൽ ഇതാണ്, അതായത്
പ്രളയമുണ്ടായപ്പോൾ അവിടെ നിന്ന് ഒരാൾ നീന്തി എന്ന് പറഞ്ഞു. അയാൾ നീന്തിയ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വിലപിടിപ്പുള്ള കാര്യങ്ങളായിട്ടാണ് എല്ലാം ഇരുന്നത്. അതെല്ലാം അദ്ദേഹം കൊണ്ടാണ് നീന്തുന്നത്. അതിലാദ്യം ധനം ഉപേക്ഷിച്ചു, പിന്നീട് പുത്രനെ ഉപേക്ഷിച്ചു, പിന്നെ ഭാര്യ ഉപേക്ഷിച്ചു, പിന്നെ ശരീരത്തെ വേണമെങ്കിൽ ഉപേക്ഷിച്ചു, അത് കഴിഞ്ഞ് ഇന്ദ്രിയങ്ങളെ ഉപേക്ഷിച്ചു, അത് കഴിഞ്ഞിട്ട് പ്രാണനെ ഉപേക്ഷിച്ചു. അതിൻ്റെ സാഹചര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു അല്ലേ? എന്തിനാണ് സാഹചര്യങ്ങൾ? ആ സാഹചര്യങ്ങളൊക്കെ ഒരു വലിയൊരു മാനഹാനി ഉണ്ടായപ്പോൾ അദ്ദേഹം വിചാരിച്ചു പ്രാണനെ കൊണ്ട് ഒടുക്കിക്കളയാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ട് വേദം നമുക്ക് പറഞ്ഞു തന്നു, പരമപ്രേമാസ്പദമായിട്ട് ഈ ആത്മാവിരിക്കുന്നു എന്നുള്ളത്. അത് അണ്ടർസ്റ്റുഡാണ്, അത് എടുത്തു പറയാൻ സാധിക്കില്ല. അതാണ് അതിൻ്റെ സ്വഭാവം, അതിൻ്റെ സ്വരൂപമാണത്. ഈ സ്വരൂപത്തെ ഉണരാതിരിക്കുന്നത് എന്തുകൊണ്ട്? സൂക്ഷ്മബുദ്ധി കുറവുണ്ട്. കണ്ണാടി കാണാൻ സൂക്ഷ്മബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് പറ്റില്ല, നിങ്ങളെ കാണുന്നില്ല. ഈ സൂക്ഷ്മബുദ്ധിയെ ഉദിപ്പിക്കാനായിട്ടാണ് വേദം നമുക്ക് പറഞ്ഞു തന്നത്. ഈ വ്യവഹാരത്തെ നിലപ്പിക്കൂ, ഈ കാണുന്ന തുച്ഛമായിരിക്കുന്ന ഈ ലോക പദാർത്ഥങ്ങളിലുള്ള ആശ വിടൂ. ഇതൊന്നും കഥയില്ലാത്തതാണെന്ന് നമുക്ക് പറഞ്ഞു തന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ സൂക്ഷ്മബുദ്ധി ഇതിൽ പോയി നഷ്ടപ്പെട്ടു പോയി. വിചാരമില്ല, വിവേകമില്ല. പക്ഷെ ആ വിവേകം നമുക്ക് സ്വതസിദ്ധമായി ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കാരണം അത് ശ്രുതിയെ ആശ്രയിച്ചുകൊണ്ട് ഗുരുക്കന്മാരുമായിട്ട് വഴിപ്പെട്ട് വിചാരം ചെയ്ത് അതിൽ ഉണ്ടാവേണ്ടതാണ് ഈ പറയുന്ന ഈ സൂക്ഷ്മബുദ്ധി. അതാണ് സൂക്ഷ്മബുദ്ധി പോയതാണ് എല്ലാത്തിൻ്റെ തകരാറ്. മനസ്സ് സൂക്ഷ്മപ്പെടുന്നില്ല. മനസ്സ് എപ്പോഴും ബഹളാത്മകമായിട്ട് നിൽക്കുന്നു. അതെന്നും ഇതെന്നും മറ്റൊന്നും മറിച്ചെന്ന് പറഞ്ഞ് എപ്പോഴും മനസ്സ് വ്യവഹരിക്കുന്നു. മനസ്സിലായില്ലേ? ഇതിനെയാണ് ഒന്ന് നിലപ്പിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്, അല്ലാതെ മറ്റതിനെ ഉണ്ടാക്കാനല്ല ശ്രമിച്ചിരിക്കുന്നത്. ഈ പറയുന്ന നിഷേധിക്കാൻ സാധിക്കാത്ത പൊരുളായിട്ട് താൻ അങ്ങനെ ഇരിക്കുകയാണ്. ഇതിൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കും. പറഞ്ഞില്ലേ, ഈ പ്രാണനെ വരെ നമുക്ക് മാറ്റാം, എല്ലാം മാറ്റാം, വേണമെങ്കിൽ ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ കളയാം. പക്ഷേ ആത്മാവിനെ വിടുവതവൻ കൊള്ളുവതവൻ ഈ ആത്മാവിനെ ആരാലും നിഷേധിക്കാൻ സാധിക്കില്ല. അങ്ങനെ അനിഷേധ്യമായിരിക്കുന്ന ഒരു ആത്മസ്വരൂപികളായിട്ടാണ് നാമെല്ലാം ഇരിക്കുന്നത്. പക്ഷെ ഇതിനെ അറിയുന്നില്ല എന്നുള്ള രൂപത്തിൽ അജ്ഞാനികളായിട്ടിരിക്കുന്നു. അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ കുറ്റത്തിനാണ് ഇവിടെ ചികിത്സ ചെയ്യുന്നത്. എന്തുകൊണ്ട് അറിഞ്ഞില്ല? സൂക്ഷ്മബുദ്ധിയില്ല. അപ്പോൾ ആ ബുദ്ധിയുടെ വൈകല്യങ്ങൾ എങ്ങനെ സംഭവിക്കും? ബുദ്ധിക്ക് എന്താണ് ഇങ്ങനെ വരാൻ കാരണം? അല്ലെ മനസ്സിൻ്റെ അതാണ് പറഞ്ഞു, മനസ്സിൻ്റെ ശുദ്ധി ഉണ്ടാക്കി ആ സൂക്ഷ്മബുദ്ധിയെ കൈവരിച്ച് ഇതിനെ അടയുന്നില്ല. ഇതൊരിക്കൽ കണ്ടു കഴിഞ്ഞാൽ അവർ പറയുന്നു പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ല, അവൻ്റെ എല്ലാ അനർത്ഥങ്ങളും നീങ്ങി അവൻ ആനന്ദ സമുദ്രത്തിൽ പോയി വീഴും. ഇങ്ങനെയാണ് അവർ നിൽക്കുന്നത്. ഇതിനെയാണ് നമ്മൾ തൃണവും ഗണിച്ചുകൊണ്ട് എല്ലാവരും തുച്ഛമായിരിക്കുന്ന വിഷയസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാണ് വേദം നമുക്ക് പറഞ്ഞു തരുന്നത്. ആത്മാവിനെ അറിയാനായിട്ടുള്ള, അതായത് ആത്മാവിനെ എന്തിനറിയണം എന്ന് ചോദിച്ചോ എന്ന് പറയും മറുപടി, തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നതിനാണ് ആത്മാവിനെ അറിയാറുള്ളത്. അപ്പം തന്നെ അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ അജ്ഞാനതയിൽ നീങ്ങിപ്പോകും. അജ്ഞാനം എന്ന് വെച്ചാൽ ഞാൻ ദേഹമാണെന്നിരുന്ന ഒരു തെറ്റിദ്ധാരണ ഇരുന്നില്ലേ? ഇപ്പം നമ്മളെല്ലാവരും ആരായിട്ടാണ് ഇരിക്കുന്നത്? എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഈ ദേഹമാണെന്നുള്ള രൂപത്തിൽ ഇരിക്കുകയാണ് എല്ലാവരും. പക്ഷെ അതൊരു തോന്നൽ മാത്രമാണ്, എപ്പോഴും ഇല്ലല്ലോ. സുഷുപ്തിയിൽ ആർക്കെങ്കിലും ദേഹത്തെ പറ്റിയോ വല്ല ഓർമ്മയുണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ ഇതൊരു തോന്നലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിൽ സത്യബുദ്ധിയോടുകൂടി നിലകൊണ്ട് മനസ്സിനെ എപ്പോഴും വിക്ഷുബ്ധമാക്കി ആ സൂക്ഷ്മബുദ്ധിയെ കെടുത്തി നിൽക്കുന്ന ഒരു സ്വഭാവം ഇതിനെയാണ് മതത്തിലും പറഞ്ഞിരുന്നത്. ആ സൂക്ഷ്മബുദ്ധി ഉദിപ്പിക്കാനായിട്ട് അവരെന്താണ് ചെയ്തതെന്നറിയോ? ഇതിൻ്റെ ഘോരതയെ പറഞ്ഞു ആദ്യം. ഈ സംസാരം അനർത്ഥകരമാണ്, ഇത് ദുഃഖപൂർണ്ണമാണ്, ഇതിൽ അകപ്പെട്ട് എല്ലാവരും ദുഃഖിക്കുന്നു. എല്ലാവരും ദുഃഖിക്കുന്നു പറഞ്ഞാൽ എല്ലാ ആരോഗ്യമുള്ളവരും ധാരമുള്ളവരും എല്ലാവരും ഇതിൽ ദുഃഖിക്കുകയാണ്. കാരണം എന്താണ്? ഇതിൽ സുഖമില്ലല്ലോ. സുഖം ആത്മാവിലേ ഉള്ളൂ. അതുകൊണ്ടാണ് മഹത്തുക്കൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞ വിവേകശാലികളെയാണ് നമ്മൾ മഹത്തുക്കൾ എന്ന് പറയുന്നത്. ഇല്ല, നമ്മളിൽ ആ മഹത്വം വന്നാൽ നമ്മളും മഹത്തുക്കളെയാണ്. പരമമായിരിക്കുന്ന സത്യത്തെ
അറിയാനായിട്ട് യജ്ഞം ചെയ്യുന്നവരാണ്. എന്തുകൊണ്ടാണ് നമ്മളെല്ലാം ഈ വിദ്യാകാര്യങ്ങളിൽ ഭ്രമിച്ചുകൊണ്ട് ബോധക്കേടായിട്ടിരിക്കുന്ന പോലെയാണ്, അബോധാവസ്ഥയിൽ ഇരിക്കുന്നു. വസ്തു പറഞ്ഞ ആർക്കോട്ട് ബോധമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ വേദം നമുക്ക് വഴിതെളിച്ച് തരുന്നത്. നീ ഒന്ന് ആലോചിക്കൂ, നീ ചിന്തിക്കൂ, ആ വിചാരം ഇതിൽ വരട്ടെ, ആ വിവേകത്തോടുകൂടി നിലകൊണ്ട് നീ ഇതിനെ നോക്കുമെന്നോ. അതിന് അവരുപയോഗിച്ച സൂത്രമാണ് ഈ ഞാൻ ആരാണെന്ന് നോക്കാൻ പറഞ്ഞതൊക്കെ. നോക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സൂക്ഷ്മ ബുദ്ധിയെ ഉദിപ്പിക്കാതെന്നാണ്, വേറെ ഒന്നുമില്ല. കാരണം എന്തിനെങ്കിലും നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കാനായിട്ട് തീരുമാനിച്ച് നമ്മൾ നോക്കാൻ തുടങ്ങുമ്പോഴല്ലേ മനസ്സ് പടർക്കെ വ്യാപിച്ചിരുന്ന മനസ്സിനെ ആദ്യം എല്ലാം കൂടെ കൊണ്ടുവന്ന് സ്വരുക്കൂട്ടും ഇതിനകത്തോട്ട്. വൃത്തികളെല്ലാം അടങ്ങി ആ ഏകമായിരിക്കുന്ന ആ തന്നിലേക്ക് അങ്ങനെ ആ വീക്ഷണം ഇതിൽ പുരോഗമിച്ചാൽ അവർ പറഞ്ഞ സമാധി അവസ്ഥയുണ്ടായി തൻ്റെ യഥാർത്ഥ സ്വരൂപം ഒരാൾക്ക് കരുതലാമുലകം പോലെ പ്രകാശിക്കാൻ ആരംഭിക്കും. അങ്ങനെ ആരംഭിച്ച് അത് പ്രകാശിച്ചറിഞ്ഞവരെയാണ് ജ്ഞാനികളെന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് എല്ലാ അല്ലലും മാറി അവർ ജനന മരണ സംസാര ദുഃഖത്തിൻ്റെ മറുകര കണ്ടു, അവർ രക്ഷപ്പെട്ടു. അവരാണ് കൃതാർത്ഥന്മാർ, ധന്യന്മാരെന്നാണ് അവർ പേര്. ധന്യനായേ, ഞാൻ കൃതാർത്ഥനായേ. നമ്മൾ താണ്ഡവരായ സ്വാമിയോട് പറയുന്നത്, ഓ എത്ര കാലമായിട്ട് ഞാൻ ഇങ്ങനെ ഈ ജനിച്ചും മരിച്ചും ജീവിച്ചു എന്നുള്ളതാണ്. താണ്ഡവരായ സ്വാമിയുടെ അദ്ദേഹത്തിൻ്റെ 100ഓളം ജന്മങ്ങളെ പറഞ്ഞു, 100 പിറവികളെ പറ്റി പറഞ്ഞു. അല്ല, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് കേവലം 3 ജന്മമാണ് മനുഷ്യജന്മം കിട്ടിയത്. ഈ മനുഷ്യജന്മത്തിലും അതിൽ രണ്ട് ജന്മം പുരുഷനായിട്ടും 1 ജന്മം സ്ത്രീയായിട്ടാണ് കിട്ടിയത്. ആദ്യത്തെ ജന്മം പുരുഷനായിരുന്നു, 2ാമത്തെ ജന്മം സ്ത്രീയായിപ്പോൾ, 3ാമത്തെ ജന്മം അദ്ദേഹം പുരുഷനായിട്ടാണ് വന്നത്. അപ്പോൾ 100ഓളം ജന്മങ്ങൾ പരിശോധിച്ചപ്പോൾ മറ്റതിനെ പറ്റി പറയണേ ഇല്ല, എന്തായിരുന്നു എന്നുള്ളത് പറയണതേ ഇല്ല. മനുഷ്യനായിട്ട് വന്ന 3 ജന്മത്തെ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ആ 3ാമത്തെ ആ ജന്മം, ആ 3ാമത്തെ ഈ മനുഷ്യനായി വന്ന 3ാം ജന്മത്തിൽ അദ്ദേഹം മുക്തനായി. അതിന് അദ്ദേഹത്തിന് സഹായിച്ചതാരാണ്? നാരായണ ദേശികൻ. ഇവിടെ ഒരു മഹാത്മാവിനെ കാണാനിടയായി. അതോടുകൂടി തന്നെ അദ്ദേഹത്തിന് സത്സംഗം ഉണ്ടായി. സത്സംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഇരുന്ന് ചെയ്യുന്നത് സത്സംഗത്തിൻ്റെ ഒരു ഭാഗമാണ്. യഥാർത്ഥ സത്സംഗം ആത്മാവുമായിട്ട് ഈ ജീവൻ യോജിക്കാൻ തുടങ്ങി, ജീവനെ ആത്മാവിൽ ഐക്യപ്പെടാൻ ആരംഭിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ജീവൻ ആത്മാവ് തന്നെയാണ്. പക്ഷെ അത് ഈ ഉപാധികളുടെ പ്രവാഹത്തിൽ അകപ്പെട്ടിരിക്കുന്നത് പോലെ അത് തിരിച്ചറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ ആ ജീവൻ ആത്മാവാണെന്ന് തിരിച്ചറിയുന്നതിനെയാണ് ജ്ഞാനമായിട്ട് പറഞ്ഞത്. ഈ ഞാൻ ആത്മാവ് തന്നെ, അതിൽ നീ ആരാണ്, ഞാൻ ആരാണെന്ന് അന്വേഷിച്ച് ചെന്നാൽ ഇത് ആത്മാവാണെന്ന് കാണാൻ സാധിക്കും. പക്ഷെ കാണുന്നതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. ചുമ്മാ ഇങ്ങനെ കാണുകയല്ല, അങ്ങനെ തന്നെ അത് എന്തെങ്കിലും കൊണ്ട് കാണുകയല്ല, അങ്ങനെ ഇരുന്ന് തന്നെ അനുഭവിച്ച് തന്നെ കാണും, അനുഭവിച്ചറിയും ഈ കാര്യം. സമാധി അവസ്ഥ എന്ന് പറയുന്നത് ഇതിനെ അനുഭവിച്ചറിയുന്ന ഒരവസ്ഥയാണ്. ഇതാണ് നമുക്ക് ഭംഗപ്പെട്ട് കിടക്കുന്നത്. എന്തുകൊണ്ട്? മനസ്സ് വ്യവഹരിക്കുന്നതുകൊണ്ടാണ്. ഇവർ പറഞ്ഞ് മനസ്സിന് ശുദ്ധിയില്ലാത്തത് കൊണ്ടാണ്. ഞങ്ങളുടെ അവിടുത്തെ ക്ലാസ് വേറെന്നാണ്. അതായത് മനസ്സിൻ്റെ കൽമഷം എന്ന് പറയുന്നത് രജോഗുണ തമോ ഗുണങ്ങളാണ്. രജോഗുണമാണ് ഇളക്കം, തമോഗുണം എന്ന് പറയുന്നത് കലക്കം, വിക്ഷേപമോ ആവരണമെന്ന് പറയും. എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ഓരോ വിഷയത്തിൽ കുരങ്ങിനെ പോലെയാണ് മനസ്സിനെ ഉപമിച്ചിരിക്കുന്നത്. കുരങ്ങിനെ പോലെയല്ല. ഒരു കുരങ്ങിന് കള്ള് കൊടുത്തിട്ട് ഒരു തേളിനെ കൊണ്ട് കടിപ്പിച്ചാൽ എങ്ങനെയോ അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിരിക്കുന്നതെന്നാണ് വേദത്തിൽ മാത്രം പറഞ്ഞു വെച്ചിരിക്കുന്നത്. മനസ്സ് കുരങ്ങെന്ന് പറഞ്ഞാൽ തന്നെ അത് എപ്പോഴും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതമാണ്. ഇതിന് കള്ളോട് കൊടുത്താലോ, ലഹരി കൊടുത്തു, രണ്ടാമത് തേളിനെ കൊണ്ട് കടിപ്പിച്ചു, ഇത്രയും കൂടെ ആയപ്പോൾ അതെങ്ങനെയാണോ ആ കുരങ്ങിൻ്റെ പ്രകൃതം, അതാണ് ഓരോരുത്തരുടെയും മനസ്സ്. ഇപ്പോഴും നമ്മുടെ അറ്റ് പ്രസൻറ്റ് മനസ്സിനെ പറ്റി പറഞ്ഞത്. പക്ഷെ നമുക്കത് അറിഞ്ഞുവിടുന്നേ ഉള്ളൂ, അങ്ങനെയാണ് അത് ഇരിക്കുന്നത്. ഇത് അവർ പറഞ്ഞു തന്നതെന്ന് പറഞ്ഞാൽ അത്രത്തോളം വിക്ഷിപ്തമാണ് ഈ മനസ്സ്, ചലനാത്മകമായിട്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ് ഇത് ശാന്തമാക്കി അത് നിശ്ചലമാക്കുന്നത്? എങ്ങനെയാണ് പറ്റും? വേദത്തിൽ പറ്റും.
വേദത്തിനെ പറ്റുള്ളൂ. അതാണ് വേദത്തെ ആശ്രയിച്ചുകൊണ്ട് എന്താണ് ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. പരമപ്രധാനമായ രഹസ്യം നമ്മളെല്ലാം ഈ ജനനമെന്ന സംസാര ദുഃഖത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജന്മം ഈശ്വരാർപ്പണം ചെയ്ത് മുക്തനായിക്കോളണം. ഇതിൽ കിട്ടിയിരിക്കുന്ന എല്ലാം ഈശ്വരൻ്റെതാണ്, ഈശ്വരൻ തന്നതാണ്. വിഭൂതികളായിട്ടാണ് ഈ ദേഹവും ഇന്ദ്രിയങ്ങളും ഈ പുണ്യവും എല്ലാം ഇരിക്കണം. ഇതെല്ലാം ഈശ്വരൻ്റെ വിഭൂതികളാണ്. ഈ വിഭൂതികളെ ഈശ്വരനെ തന്നെ മടക്കി കൊടുക്കാൻ ഒരാൾക്ക് സാധ്യത ജ്ഞാനമായി. അതാണ് ഇതിൻ്റെ പ്രധാനം. എങ്ങനെ കൊടുക്കാൻ പറ്റില്ല? ജ്ഞാനങ്ങൾ കൊടുക്കുമോ? ഒരാൾക്ക് ഇത് നടന്നു പോയപ്പോൾ കുറച്ച് പണം അവിടെ കിടക്കുന്നതാണ്, അയാളെ എടുത്തു. അയാൾ നേരത്തെ വിചാരിച്ചു എന്തെങ്കിലും കിട്ടിയാൽ ഈശ്വരന് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ അതേസമയം ഈശ്വരൻ്റെ സന്നിധി ചെന്നതിന് ശേഷം അതിൽ ഒരു നാണയം, ഏറ്റവും ചെറിയൊരു നാണയമല്ലേ അതിലിടും, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ആരും ഈശ്വരന് തിരിച്ചു കൊടുക്കാൻ ആർക്കും സാധിക്കുന്നില്ല. മഹാബലിക്ക് മുക്തി കിട്ടിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഒരു കാരണവശാലും മഹാബലി, അദ്ദേഹത്തിൻ്റെ പേര് ഇന്ദ്രസേനൻ എന്നായിരുന്നു, അദ്ദേഹത്തിൻ്റെ പൂർവ്വനാമം. ഇന്ദ്രസേനൻ ഇങ്ങനെ ജീവിച്ചു വരവേ അദ്ദേഹം യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്ത് പുണ്യവാനായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കി ദേവേന്ദ്രന് അദ്ദേഹത്തിനോട് അസൂയ തോന്നിയതാണ്. അസൂയ തോന്നിയപ്പോൾ ചെന്നൊരു കുശുമ്പ് പറഞ്ഞതാണ് ഇവിടെ മഹാവിഷ്ണുവിൻ്റെ അടുത്ത്. ഇന്നയുടെ ഭൂമിയിൽ ഇങ്ങനെ ഒരാൾ വലിയ വശക്കടായിട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് അത് കാരണം ഇദ്ദേഹം വളർന്നു വന്ന ദേവേന്ദ്രൻ പട്ടം അയാൾക്ക് പോകും, മറ്റേ ആളുടെ ദേവേന്ദ്ര പട്ടം പോകും. അതുകൊണ്ട് വന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് വിഷ്ണു ഭഗവാനോട് പ്രത്യക്ഷം രാമൻ്റെ രൂപത്തിൽ വന്ന് കണ്ടിട്ട് എന്തിനാണ് ചോദിച്ചു, ജ്ഞാനവസ്ഥാനാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ എല്ലാം കവർന്നു, പിടിച്ചു പറ്റി. അതേ ഒരു 3 അടി മണ്ണി വെച്ചെങ്കിലും അദ്ദേഹം കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഒടുവിൽ ഓരോന്നായിട്ട് അളന്ന് അത്രയും എടുത്തു. പരിപൂർണമായിട്ട് ഈ ഉപാധികൾ മടക്കി ഈശ്വരനിൽ കൊടുത്തു. എന്നിട്ട് തിരിച്ച് ആ ഗുരു അർപ്പണം ചെയ്ത് നിൽക്കുന്ന ആ ഒരു ബുദ്ധിക്ക് ഈ ജ്ഞാനം സുലഭമാണ്. ഒന്നും ആർക്കും എളുപ്പമല്ല. എളുപ്പമാണ് വിഷയം. നീ അതെങ്കിൽ താന്ന് പറയൂ, കൊടുക്കുമായിരിക്കും. ആരും കൊടുക്കില്ല. കാരണം എന്തെന്ന് വെച്ചാൽ പറഞ്ഞില്ലേ, അതിൻ്റെ കാര്യം അറിഞ്ഞൂടാ. ഇതിൻ്റെ സീരിയസ്നെസ് അറിഞ്ഞ ആളുകൾ, ഇതിനെയാണ് അധികാരി പുരുഷന്മാർ. ഒരു സീരിയസ്നെസ് അറിഞ്ഞു. ഇതിന് അധികാരിത്വമാണ് ഇതിൽ പ്രധാനം, അല്ലേ? പുലിവരുന്നതെന്ന് പറഞ്ഞ് കുറെ പേര് മുമ്പോട്ട് പോയവർ ഓടി തിരിച്ചു വരികയാണ് കാട്ടിലെ പോയിക്കൊണ്ടിരുന്നപ്പോൾ. അപ്പോഴതിൽ ചിലരൊക്കെ ഓടി, കുറച്ച് പേർ ഓടിയില്ല. അപ്പോൾ ഓടാത്തവർ നിന്നപ്പോൾ ആൾ ചോദിച്ചു, എന്താ നിങ്ങൾ നിൽക്കുന്ന, പുലിയൊന്ന് കാണാമല്ലോ വിചാരിച്ചു. ഇതുപോലെയാണ് ഈ അറിവില്ലാതെ നമ്മളെല്ലാം പകച്ചിങ്ങനെ നിൽക്കുന്നത്. വെരി സീരിയസ് ആണ്. ഇതാണ് ജാഗ്രത. ജാഗ്രത എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? കോഷ്യസ്, ബി വെരി കോഷ്യസ്. വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ ജാഗ്രത. ഈ അവസ്ഥ നമുക്ക് ജ്ഞാനമുണ്ടാക്കാൻ വേണ്ടി ഈശ്വരൻ തന്നിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ അല്പബോധമൊക്കെ ഉണ്ടല്ലോ. പക്ഷെ കൂടുതലും മയക്കമാണ്. ഇന്നലത്തെ പറ്റി നാളത്തെ പറ്റി ചിന്തിക്കുന്നതിനാണ് മയക്കം. മയങ്ങി എങ്ങനെ ഇരിക്കുകയാണ്? വർത്തമാനകാലത്തിൽ ഇരിക്കുന്നത് മയക്കമല്ല. അതാണ് ജ്ഞാനികൾ ഇരിക്കുന്നത്. വർത്തമാനകാലത്തിൽ ഇരിക്കും. അവർക്ക് അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു മാമൂലികൾ. എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കും, കിട്ടിയില്ലേ കഴിക്കില്ല. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ജ്ഞാനികൾ ഇതിൽ ഇരിക്കുന്നത്. അങ്ങനെ നിൽക്കേണ്ട കാര്യം എന്താണ് ചോദിച്ചത്? അവരറിഞ്ഞു ഓരോന്നാണ് ഇതിന്ന് രക്ഷപ്പെടണം എന്നുള്ള അവരുടെ തീവ്രമായ ഇച്ഛയാണ്. അതാണ് മുമുക്ഷുത്വം എന്ന് പറയും. ഇത് മുമുക്ഷുത്വം. ആ മുമുക്ഷുത്വത്തിലാണ് അവർ നിൽക്കുന്നത്. എന്തെല്ലാം സംഭവിച്ചാലും അവർക്ക് ഈ മുമുക്ഷുത്വത്തിൽ നിന്ന് അവർ മാറില്ല. കാരണം അത്രയ്ക്കും ഘോരമാണെന്ന് തിരിച്ചറിഞ്ഞ ആളുകളാണ് ഈ ജ്ഞാനികൾ, വിവേകികൾ. ആ വിവേകം കൊണ്ടാണ് വാസ്തവത്തിൽ അവർക്ക് ഈ ജ്ഞാനം ഉണ്ടാവണം. അല്ലാതെ പറ്റില്ല. മനസ്സിലായി? മറ്റവരെല്ലാം ഗൂഢമായിട്ട് എന്തൊക്കെ ചിന്തിച്ച് ഇതൊക്കെ തരണം ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിച്ച് എന്തൊക്കെയോ ചെയ്ത് കൂട്ടി അവർ വെറുതെ മരിച്ചു ചത്തുപോകും. മറ്റവരങ്ങനെയല്ല, അവർ മരിക്കുന്നില്ല, അമരന്മാരായി മാറും. ഈ ജ്ഞാനികൾ അമരന്മാരാണ് അവർ. അപ്പോൾ ചേച്ചി പരീക്ഷത്ത് മരിച്ചില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ, പരീക്ഷത്ത് മരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ശരീരം പോണതല്ല. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെയാണ് ശരീരം പോകണമെങ്കിൽ മരണമാണ്, അല്ലെങ്കിൽ അമരത്വമാണ്. ശരീരം അല്ലെങ്കിൽ പോകില്ല, ഉപാധിയല്ലേ. ഉപാധിക്ക് അതിൻ്റെതായ കാലം പറഞ്ഞിട്ടുണ്ട്. ആ കാലം കഴിയുമ്പോൾ ഇത് പോകും. എല്ലാവരിലും അങ്ങനെയാണ് പോകും. അപ്പോൾ ഈ അമരത്വം കൈവരിക്കാനായിട്ടാണ് ജന്മം ഒരാൾ ഉപയോഗിക്കേണ്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഇങ്ങനെയാണ് ഈ വേദം ഇത് പറഞ്ഞു തരുന്നത്. എന്നിട്ട് എന്ത് വേണം? തന്നെ അറിഞ്ഞാൽ മതി. തന്നെ ഉള്ളതുപോലെ അറിയുന്ന ജ്ഞാനം കൊണ്ട് ഈ അജ്ഞാനം നീങ്ങി ഈ മുക്തി ഇതിൽ കൈവരിക്കാം. മുക്തി കൈവരിക്കാൻ വേറെ ഉപായങ്ങളൊന്നുമില്ല. തന്നെ യഥാർത്ഥത്തിൽ താൻ ആരാണെന്ന്, ഇപ്പം താൻ ആരാണെന്ന് ചോദിച്ചാൽ താങ്കളെന്തോ ഉഷാമ എന്ത് പറയും? ഗീതാമ്മ എന്ത് പറയും? ആരാണ്? ഗീതാമ്മ ആരാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഇല്ല, അത് ശരിക്കും വ്യക്തമല്ല അല്ലേ? ആ വ്യക്തമാവണം. അത് വ്യക്തമാവുന്ന രൂപത്തിൽ ധ്യാനാനുഷ്ഠാനങ്ങൾ ചെയ്ത് അവർ പറയുന്ന രൂപത്തിൽ ജീവിച്ച് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. മാനസികം അല്ലത്. ചോദ്യം മാനസികമാണെങ്കിലും ഇതിൻ്റെ ഉത്തരം അലൗകികമാണ്. ഉത്തരം നമ്മുടെ അനുഭവമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഉടനെ പറയും ഞാൻ ഈ ദേഹമല്ല, ഞാൻ ഈ ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, ബുദ്ധിയല്ല എന്നൊക്കെ പറയാമെങ്കിലും അതെല്ലാം വെറും വാചകം മാത്രമാണ്. പക്ഷെ ഇതിൻ്റെ അനുഭവം എന്ന് പറയുന്നത് എന്താണ്? ഇതിനെല്ലാം വിലക്ഷണമായിട്ട് ആ അറിവായിട്ട് താൻ നിൽക്കുന്നതിനെയാണ് തന്നെ അറിഞ്ഞു എന്ന് പറയുന്നത്. അറിവായിട്ട് നിൽക്കുന്ന രൂപത്തെയാണ് പറയുന്നത് സമാധി ഉണ്ടായി, നിർവികൽപ്പ സമാധി സംഭവിച്ചു. ഒരാൾക്ക് നിർവികൽപ്പ സമാധി എപ്പോഴുണ്ടാവും എന്ന് ചോദിച്ചാൽ അവർ പറയും ഈ മനസ്സറിയണം, ഈ സങ്കല്പം ചെയ്യുന്ന സ്വഭാവം മനസ്സിലില്ലാതെ പോകണം, ആ സൂക്ഷ്മത കൈവരണം, ആ സൂക്ഷ്മത, ആ വിചാരം ഇതിലുണ്ടാവണം. അതുകൊണ്ട് വിവേകത്തോടു കൂടി ആ ശ്രുതി സമ്മതമായിട്ട് ചിന്തനകൾ ചെയ്ത് ശ്രുതി സമ്മതമായിട്ട് ഇതിൽ വിചാരം ഏർപ്പെട്ടാൽ ഈ മനസ്സ് നിൽക്കും. മനസ്സിൽ നിന്ന് ആ സൂക്ഷ്മത കൈവന്നു കഴിഞ്ഞാൽ ഈ ജ്ഞാനം ഇതിൽ കരുതലം മലകം പോലെ ഇരിക്കുകയാണ്. ഇത് വേറെ വെളിയിൽ നിന്നും കൊണ്ടുവരണം. എല്ലാം ഒത്താൽ അല്ലേ? ജലത്തിൻ്റെ ഇത് പറയുന്നത് ഇതാണ് പറയുന്നത്, ജലത്തിൻ്റെ കെമിക്കൽ നെയിം H2O അല്ലല്ലേ? H2O. അത് കറക്റ്റായിട്ട് ആ H2O അത് മീറ്റായി കഴിഞ്ഞാൽ ജലമാണ് എന്ന് പറയും പോലെ. ഇത് അതിൻ്റെ പ്രോപ്പറായിട്ട് അത് കൃത്യമായ ഉടനെ ആ സമാധി അനുഭവിക്കുക. അതിന് പിന്നെ വേറെ ഒരു വ്യത്യാസമൊന്നുമില്ലേ? വളരെ സത്യമായ ഒരു കാര്യമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ നമ്മൾ അറിഞ്ഞവരും ഇതൊക്കെ എല്ലാം ചെയ്യുന്നവരും വീണ്ടും ഈ ലോക കാര്യങ്ങളിൽ ഭ്രമിച്ചുകൊണ്ട് പിന്നെയും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിനകത്ത് സംഭവിച്ചത്. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ അവർ രക്ഷപ്പെടും. ഇത് പ്രാരബ്ധമല്ലേ? പ്രാരബ്ധം തന്നെ. പക്ഷെ എങ്കിലും ജ്ഞാനമുണ്ടാക്കുന്നതിന് പ്രാരബ്ധം തടസ്സമല്ല. ഇപ്പം മക്കളെ നോക്കുന്നത് കൊണ്ട് കുറച്ച് സമയം ധ്യാനിക്കുന്ന പറ്റുന്നില്ല എന്ന് പറയുന്ന അർത്ഥമുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഈ ശ്രവണം എന്ന നിധിധ്യാസനങ്ങൾക്ക് ഉപയോഗിച്ച് വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നു ഈ ജ്ഞാനം ഇതിന് വരും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, തൻ്റെ യഥാർത്ഥ സ്വരൂപം വെളിവാവുന്നത്. ഇപ്പം നമ്മൾ മയങ്ങി വേറെ ഏതോ ലോകത്തിങ്ങനെ ഇരിക്കുമ്പോൾ ഇരിക്കുകയാണ്. തൻ്റെ യഥാർത്ഥം പ്രകടമാവാൻ ആരംഭിക്കും. ആനന്ദത്തിൽ ആറാടിക്കൊണ്ടിരിക്കും. ആനന്ദത്തിൽ ഒരു കുളിക്കുമെന്നാണ് പറയുന്നത്. ഇവരെ വസ്തുക്കളൊക്കെ തിന്മേസ്വാമി പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ആനന്ദത്തിൽ കുളിച്ച് നിൽക്കുമല്ലേ. നമ്മളൊക്കെ അവിടെ ചെല്ലുമ്പോൾ പറയും ഒന്ന് തൊഴാനും ഒക്കെ നമ്മളോട് പറയും. നമുക്കത് അറിഞ്ഞൂടല്ലോ. ഒരു പ്രാവശ്യം പോയപ്പോഴേ ആ വിയർപ്പ് വടിച്ചിട്ട് എൻ്റെ പുറത്ത് തേച്ചത്. അപ്പോൾ ഇതെല്ലാം എന്താണ്? നമുക്കത് വൃത്തികേട് പോലെയൊക്കെ തോന്നിയേക്കാം. വസ്തുക്കളുടെ രീതിയെല്ലാം വ്യത്യാസമാണ്. ചോറിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഒരു ഉള്ള ഒഴിച്ച് വായിൽ വെച്ച് ഇപ്പോഴാരെങ്കിലും അത് കഴിക്കുമോ? വിഷയം ഇപ്പോഴത്തെ പിള്ളേർ ഹൈജീനിക് പിള്ളേർ കഴിക്കും. അവരൊക്കെ ചെയ്യുന്ന കാര്യം. പക്ഷെ അതൊക്കെയാണ് അവർ മനഃപൂർവ്വം ഒരാളിനെ രക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ രക്ഷിച്ചിരിക്കും. ഒരു സ്വാമി ഉണ്ടായിരുന്നു. സ്വാമി നമ്മൾ വരുമ്പോഴേ ഊണ് കഴിക്കണമെന്ന് ചുരക്കയില്ല ഇങ്ങനെ ഒരു ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കും. അതിനകത്ത് ചോറിട്ട് എല്ലാ കറിയും ഇട്ട് കുറേ വെള്ളം ഇവിടെ എടുത്ത് ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഉരുക്കി തരും. നമ്മൾ കഴിക്കും. കൊച്ചു പിള്ളേർക്ക് കുഴപ്പമില്ല. കുറച്ച് വളരുമ്പോൾ അവർക്ക് എല്ലാം ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പം പറഞ്ഞ ഇതാണ്, ആനന്ദത്തിൽ എപ്പോഴും ആറാടി നിൽക്കും. അവരുടെ മനസ്സെങ്ങനെയെന്നറിയാമോ? ഈ പ്രാണി ഇവരും കൂടെ രക്ഷപ്പെടട്ടെ എന്നുള്ള വിചാരമാണ് എപ്പോഴും അവർക്ക്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വലിയ മഹത്വങ്ങളല്ല. ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന് ട്രാക്ക് തിരിഞ്ഞു പോവുകയല്ല. ഈ ആത്മാവിനെ അറിയുന്നതിനെയാണ് മോക്ഷമുക്തി അടയുക പറഞ്ഞത്.
ആത്മാവിനെ എങ്ങനെ അറിയാൻ പറ്റും? പറഞ്ഞു തരാണ്. ഇത് ദേശം കൊണ്ടോ കാലം കൊണ്ടോ അവസ്ഥ കൊണ്ടോ ബാധിക്കാത്ത ഏതൊന്നുണ്ടോ അതാണ് ആത്മ. നമ്മുടെ ഈ ലോകകാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്ത് ജാഗ്രത വിട്ട ഈ പറഞ്ഞ സ്ഥൂലമായിരിക്കുന്ന ഇതുണ്ടോ? ബാധിക്കപ്പെട്ടു, ഇല്ലാതെ പോയി. ഇനി സൂക്ഷ്മത്തിൽ കുറേ കാര്യങ്ങൾ, സ്വപ്നം കാണുന്ന കുറേ കാര്യങ്ങളില്ലേ, അത് സുഷുപ്തി വന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാ വസ്തുക്കൾക്കും ഈ പരിച്ഛേദം ഇരിക്കുകയാണ്, ഇതിൻ്റെ വരമ്പിരിക്കുകയാണ്, ഇതിൻ്റെ മാറ്റം ഇരിക്കുകയാണ്. എന്നാൽ ആത്മാവ് എങ്ങനെ ഇരിക്കുന്നു? ഒരു കാലം കൊണ്ടായാലും ദേശം കൊണ്ടായാലും അവസ്ഥ കൊണ്ടായാലും ബാധിക്കാത്ത ഒന്ന്. അതാണ് ഇതിൻ്റെ യഥാർത്ഥ രൂപമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ അന്തര്യാമയായിട്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ്, വെളിയിലല്ല. ഇതിനെ അറിയണമെങ്കിൽ എന്ത് വേണം? നേരത്തെ പറഞ്ഞത് എന്ത് വേണം? സൂക്ഷ്മബുദ്ധി വരണമെങ്കിൽ എന്ത് വേണം? മനസ്സ് ശാന്തമാവണം, മനസ്സ് ശുദ്ധമാവണം. അതുകൊണ്ടാണ് അവർ നമുക്ക് പറഞ്ഞു തന്നു ഈ കഥയില്ലാത്തതെന്നൊക്കെ പറഞ്ഞു. നമ്മളിപ്പോൾ പറയുമ്പോൾ അടിവരെ കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. സാധാരണക്കാർക്ക് അറിഞ്ഞൂടാ. അവർ പറയുന്നത് പച്ചയ്ക്ക് പറയാണ്. കഥയില്ലാത്ത ഇതാണ് മായാകാര്യങ്ങളെന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് ഭ്രമിക്കാതെ ഇതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് തന്നിലേക്ക് തിരിഞ്ഞ ആ ധ്യാനാനുഷ്ഠാനങ്ങൾ ഇതിലുണ്ടായ ഒരു പറയുന്നത് തീർച്ചയായിട്ടും ഈ സമാധി അനുഭവം ഇതിലുണ്ടാവും. സമാധി അനുഭവം ഉണ്ടായാൽ ഒരാൾക്ക് തൻ്റെ യഥാർത്ഥ സ്വരൂപം കരുതലാമലകം പോലെ വിളങ്ങും. കരുതലാമലകം പോലെ എന്ന് പറയാൻ കാരണം എന്തിനാണ്? ഉള്ളം കൈ നെല്ലിക്ക പോലെ അത്ര ഈസിയാണ്. വെരി രമണ ഭഗവാൻ പറഞ്ഞു അതിസുലഭം എന്ന് പാടിയത് അല്ലേ? ഏതോ ഒരു സ്വാമി അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു, രമണ ഭഗവാനെ കണ്ടിട്ട് അദ്ദേഹം എഴുതി ഒരു പദ്യം എഴുതി അവിടെ വെച്ചു. അയ്യോ അതികഠിനം. അത് അയ്യേ അതികഠിനം എന്തോ ആണ്, അല്ല കഠിനം എന്ന് എഴുതി. അയ്യേ അതികഠിനം ആത്മവിദ്യ അയ്യേ അതികഠിനം. സ്വാമി എടുത്തിട്ട് വായിച്ചിട്ട് അടിയിൽ എഴുതി. സ്വാമി ഇത് പറയുന്നില്ല. അയ്യേ അതിസുലഭം ആത്മവിദ്യ അയ്യേ അതിസുലഭം എന്നെഴുതി. രണ്ട് തങ്ങൾ എന്താണ് വ്യത്യാസം? ഒരാൾക്ക് അതിന്റെ കാര്യം മനസ്സിലാവാതെ പ്രവർത്തിക്കുന്നു, അയാൾക്ക് അത് കഠിനം തന്നെയാണ്. കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സ്വാമി പോലെയുള്ളവർക്ക് സുലഭമായിരിക്കും. അതാണ് ഉള്ളം കൈ നെല്ലിക്ക എന്ന് പറഞ്ഞത്. കരുതലാമലകം പോലെ സാധ്യമായ ഒരു കാര്യത്തെയാണ് വേദം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇതുപോലെ ശ്രദ്ധിക്കുക, ഏതാണ് കാലം കൊണ്ടും ദേശം കൊണ്ടും അവസ്ഥ കൊണ്ടും മാറാതെ നിൽക്കുന്ന, നമ്മിൽ മാറാതെ നിൽക്കുന്ന ഏതാണ്? പരിശോധിക്കണം. സ്വാമി പറയും ഒരറിവ് നിൽക്കുന്നു. ഈ അറിവ് ഇതിനെ എല്ലാത്തിനെയും നോക്കിക്കൊണ്ട് ചേരാതെ നിൽക്കുകയാണ്. ഇതിനെ നീ തിരിച്ചറിയണം, ഇതിനെ പിരിച്ചറിയണമെന്ന് പറയും. മനസ്സിലായല്ലേ? ഇത് ഞാനിപ്പോൾ ഇരുന്ന് പറയുന്നില്ലേ, ഞാൻ ഈ പറയുന്നത് മനസ്സാണ്, കരണങ്ങളാണ്, അതിൻ്റെ തൊഴിലാണ്. പക്ഷെ ഞാൻ ഇതിന് സാക്ഷിയായിട്ടിരിക്കുകയാണ്. എന്നെ ആശ്രയിച്ചുകൊണ്ട്, ആത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് ഈ കരണങ്ങൾ അതിൻ്റെ തൊഴിലുകൾ ചെയ്യുന്നതിന് താൻ സാക്ഷി മാത്രമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞ് ബോധിപ്പിക്കുന്നത്. അപ്പോൾ ഉഷ അങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഉഷ ചെയ്യുന്ന എല്ലാ പ്രകൃതങ്ങളെ അറിഞ്ഞുകൊണ്ട് സാക്ഷി രൂപത്തിൽ ഈ ആത്മാവിരിക്കുന്നു. അതെങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ ഇതിനെല്ലാം ഉപശമിച്ച് നിന്നാൽ ആ സാക്ഷി രൂപമായിട്ട് താൻ ഇരിക്കുന്നതിനെ ബോധിക്കാൻ സാധിക്കും. മനസ്സിലായോ? തെറ്റി മനസ്സിലായത് ഇല്ല, എളുപ്പമല്ല. എങ്കിലും ട്രൈ കൂടുതൽ ഇതിലേക്ക് ശ്രദ്ധ ചെലുത്തി ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ പോകുന്നവരെയാണ് ബ്രഹ്മാഭ്യാസികളെന്ന് പറയുന്നത്. ഇതിനുള്ള ഈ ബ്രഹ്മാഭ്യാസം ഇതിൽ നിരന്തരമായി ചെയ്തു വരുമ്പോൾ ഇതിൽ യുക്തികൾ സ്വഭാവമായിട്ട് തന്നിൽ തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ വെളിയിൽ നിന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുള്ളതിനെ അല്ല ഇവിടെ പറയുന്നത്. എല്ലാവരും ആത്മസ്വരൂപികളായി ഇരുന്നു കൊണ്ട് കേവലം ആ സൂക്ഷ്മബുദ്ധി കുറവുകൊണ്ട് തിരിച്ചറിയാതെ ഈ ലോകത്തിൽ ഭ്രമിച്ചു നിൽക്കുകയാണ്. അതായത് ഇതിനെയാണ് പറയുന്നത് ഔട്ടർ വേൾഡ്. ഇൻവേർഡ് ആവുന്നില്ല ആരും. ഈ കരണങ്ങളെല്ലാം തന്നിലേക്ക് തിരിക്കണം. തരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതര വീണു ഉണങ്ങി ഓതിടേണം. ഈ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ ഈ ശബ്ദസ്പർശ രൂപസഗന്ധം, ഇതാണ് 5 കണ്ണുകൾ. ഇതിന് നേരെ എബൌട്ടേൺ ആക്കണം, തിരിക്കണം. തന്നിലേക്ക് തിരിച്ച് ഇതിലിങ്ങനെ ചേർത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ അനുഭവം ഒരാൾക്ക് പ്രത്യക്ഷമാകും. കുറച്ച് പുണ്യമൊക്കെ ഉള്ളവർക്ക് നിസ്സാര കാര്യമായിട്ടാണ് മഹത്തുക്കൾ പറയുന്നത്. ഇത് വലിയൊരു ബാലികര മലയല്ല. ഇത് ചിന്മയ സ്വാമിയുടെ വാക്കാണ് ഞാൻ പറയുന്നത്.
ഇത് വലിയ ടാസ്ക് ഒന്നും അല്ലടാ, ഇത് നിസ്സാരമായ കാര്യമാണ്, ചെറിയ കാര്യമാണ്. പക്ഷേ അതിന് ചില യുക്തികൾ നീ പറഞ്ഞതിന് നീ ശരിക്കും മനസ്സിലാക്കണം. നീ അതിൽ വേറെ കുയുക്തിയൊന്നും കടത്തരുത്. കുയുക്തികൾ ഇതിനകത്ത് വേറെ ചില യുക്തികൾ കടത്തിക്കൊണ്ട് പോകും. അത് വരുന്നത് ശ്രുതി എങ്ങനെ പറഞ്ഞോ അതുപോലെ അത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും ചോദിക്കണം. അവരോട്, അറിവുള്ളവരോടെ ചോദിച്ച് അത് മനസ്സിലാക്കിക്കൊള്ളു. അതാണ് താണ്ഡവന സ്വാമിയുടെ കണ്ടില്ലേ, ഇതെല്ലാം ചോദ്യങ്ങളാണ് അദ്ദേഹം ആ നാരായണ ദേശികരോട് ചോദിക്കുന്നത് അല്ലേ. നമുക്ക് തോന്നുന്നു ജ്ഞാനം അടങ്ങിയതിന് ശേഷം അദ്ദേഹം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ എന്ന് വരെ നമുക്ക് തന്നെ തോന്നും. അല്ല, അങ്ങനെയല്ല. അതിസൂക്ഷ്മമായ പല കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരും അറിയാനിരിക്കണതേ ഉള്ളൂ. ഒന്നും അറിഞ്ഞിട്ടില്ല, ആരും ഒന്നും അറിഞ്ഞിട്ടില്ലേ. ഏകദേശമാണ് പറയുന്നത് ചില കാര്യങ്ങൾ. നമ്മൾ അതിലോട്ട് ഇറങ്ങിയാലുണ്ടല്ലോ ഭയങ്കരമായ സംശയങ്ങൾ ആരംഭിക്കും. ഒമ്മയുടെ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്കൊക്കെ സംശയങ്ങളോ വല്ലതും ഉണ്ട്? ഇപ്പം ഞാനും എഞ്ചിനീയർ സാറ്, പിന്നെ ശശിയണ്ണ, ബാലസാറ്, നിങ്ങൾ 4 പേരാണ് സ്വാമിയുടെ 4 ശിഷ്യന്മാരാണ്. പേരോട് ചോദിക്കും. ഇപ്പം ഞങ്ങളോടൊക്കെ ചോദിക്കും. അപ്പോഴേ ഞങ്ങൾ പറയും, സ്വാമി പറഞ്ഞതിൽ നിന്ന് പിന്നെ വേറെ സംശയമില്ല, എല്ലാം മനസ്സിലായി എന്നുള്ള. അപ്പോൾ സ്വാമി പറയോ, ഭാഗ്യവാന്മാർ, ഒരു സംശയമില്ലല്ലോ, ഭയങ്കരം തന്നെ, നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണ് എന്ന് പറയും. ഒരു സംശയമില്ലല്ലോ. അത് ഇങ്ങനെയൊക്കെ ഇട്ട് കളിയാൻ കൊന്നിട്ടുണ്ട് ഞങ്ങൾ. അപ്പം 1000കണക്കിന് സംശയങ്ങളുണ്ടാവും ഇതിനെങ്ങനെയാന്നുള്ളത്. ചിന്തിക്കാതിരുന്നാൽ ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇരിക്കും എന്നുള്ളതാണ്. ഇനി ഇവർ പറയുന്നത് സജാതീയ വിജാതീയ സ്വഗത ഭേദം എന്നുള്ള ഒരു ഭേദത്തെ പറ്റി പറയും. ആത്മാവിന് ഈ സജാതീയ വിജാതീയ സ്വഗത ഭേദം ഇല്ല. ഇവർ പറയണത് 3 ഭേദവും ഭിന്ന വസ്തുക്കളുണ്ട്. ഇവകൾ എങ്ങനെയുള്ളതെന്ന് എന്നാണെങ്കിൽ, വൃക്ഷത്തിന് മറ്റൊരു വൃക്ഷം സജാതീയ ഭേദം. ഒരു വൃക്ഷം നിൽക്കുന്നു, അതുപോലെ വേറൊരു വൃക്ഷം അതിന് സജാതീയ ഭേദം. വൃക്ഷത്തിന് കല്ല് മുതലായവ വിജാതീയ ഭേദം. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കാനുള്ളത്. വൃക്ഷത്തിന് അതിൻ്റെ ഇല, പുഷ്പം, കായ്, ഇത് സ്വഗത ഭേദം. ഇങ്ങനെയാണ് 3 ഭേദങ്ങൾ. ഈ 3 ഭേദങ്ങൾ ആത്മാവിനില്ല. ഈ 3 വിധ ഭേദങ്ങളും ആത്മാവിന് ഇല്ലാത്തതിനാൽ ആത്മാഭേദമറ്റവൻ, അതിനാൽ ആത്മാവിന് വസ്തു പരിച്ഛേദമില്ല എന്നറിയുക. ആത്മാവിന് സജാതീയ വിജാതീയ സ്വഗത ഭേദം ഇല്ല എന്ന് പറയാമോ? എന്തെന്നാൽ ഒരേ ചൈതന്യം ബ്രഹ്മചൈതന്യമായും ഈശ്വര ചൈതന്യമായും കൂടസ്ഥ ചൈതന്യമായും ജീവചൈതന്യമായും ഇരിക്കുന്നു. ഇതിനാൽ സജാതീയ ഭേദമിരിക്കുന്നു. ആത്മസ്വരൂപം ബ്രഹ്മമെന്നും അനാത്മസ്വരൂപം പ്രപഞ്ചമെന്നും 2 വിധമായിരിക്കുന്നതിനാൽ വിജാതീയ ഭേദമിരിക്കുന്നു. ബ്രഹ്മത്തിന് സത്വചിത്ത ആനന്ദമെന്ന 3 ഇരിക്കുന്നതിനാൽ സ്വഗത ഭേദമിരിക്കുന്നു. ഇങ്ങനെ 3 വിധ ഭേദം ഇരിക്കുമ്പോൾ ഭേദമില്ലെന്ന് എങ്ങനെ പറയാം എന്നാണ് ചോദ്യം. അപ്പോൾ ഗുരു പറയുന്നത് സജാതീയ ഭേദമില്ല എന്നത് എങ്ങനെയെന്നാൽ, ആകാശം ഒന്നായാലും ഉപാധി ഭേദത്താൽ മഹാകാശമെന്നും മേഘാകാശമെന്നും കടാകാശമെന്നും കടജലത്തിൽ പ്രതിബിംബിച്ച ആകാശമെന്നും ഭേദമായി എങ്ങനെ കാണപ്പെടുന്നുവോ, അങ്ങനെ ചൈതന്യം ഒന്നായാലും മായോപാധിയാൽ ബ്രഹ്മമെന്നും ഈശ്വരനെന്നും അവിദ്യോപാധിയാൽ കൂടസ്ഥനെന്നും ജീവനെന്നും തോന്നൽ മാത്രമാകുന്നു. വിചാരിച്ചു നോക്കുമ്പോൾ സജാതീയ ഭേദമേ ഇല്ല എന്ന് ഇല്ല. ഇനി വിജാതീയ ഭേദമില്ല എന്നത് എങ്ങനെയെന്നാൽ, കയറല്ലാതെ അതിൽ പാമ്പെന്ന തോന്നൽ എങ്ങനെയില്ലയോ, ആകാശമല്ലാതെ അതിൽ നീല നിറം എന്ന തോന്നൽ എങ്ങനെയില്ലയോ, അങ്ങനെ ആത്മാവല്ലാതെ അനാത്മാവില്ല. അധിഷ്ഠാനത്തിന് അന്യമായി ആരോപിതം എല്ലാം മിഥ്യയാകുന്നു, പൊയ്യാകുന്നു. ആധാരമായ വസ്തുവില്ലാതെ ആരോപമെന്നത് അസംഭവ്യം. മേലും കയറ്റിൽ പാമ്പെന്ന് തോന്നൽ മിഥ്യയായാലും കയറ് വാസ്തവമായതിനാൽ ഏതിൽ ഒന്നിനെ ആരോപിക്കപ്പെടുന്നുവോ ആ വസ്തു സത്യമായും ആരോപിതം പൊയ്യായും ഇരിക്കും. മിഥ്യ എന്നത് എന്താണെന്നാണെങ്കിൽ, മലടി മകൻ, മുയൽക്കൊമ്പ് ഇവ മുതലായവയെ പോലെ 3 കാലത്തിലും ഏതില്ലയോ അത് തന്നെ മിഥ്യ. ഇതിന് പറയണം. അതായത് നമ്മൾ ഒരേ ആകാശം തന്നെ മഠാകാശമായിട്ടും മഹാകാശമായിട്ടും മേഘാകാശമായിട്ടും പ്രതിബിംബ ആകാശമായിട്ടൊക്കെ പറയുന്നില്ല. വാസ്തവത്തിൽ ആകാശം ഒന്നേ ഉള്ളൂ. അതിൽ
ആ ഘടത്തിൽ പ്രതിഫലിച്ച് ഘടാകാശമായിട്ടിരിക്കുന്നു, ഘടത്തിൽ വന്ന് ഘടാകാശമായിട്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോന്നിലും ആ ഉപാധിയിൽ ആ ആകാശം ഇങ്ങനെ ഓരോ തരത്തിൽ വ്യവഹരിക്കുന്നതല്ല, വാസ്തവത്തിൽ ആകാശം ഒന്നാണ് എന്ന് കാണുന്നത് പോലെ നമ്മുടെ ഉപാധിയിലാണ് വെച്ചിട്ട് ആ ഈശ്വരനായിട്ടും ആ ജീവനായിട്ടും എല്ലാം മാറിപ്പോയതിൻ്റെ കാരണം എന്താണ്? ഉപാധിയിൽ അഭിമാനിക്കുകയാണ് കാരണം. സത്വഗുണത്തിലാണ് ആ ഈശ്വരൻ ഇരിക്കുന്നത്, രജോഗുണ തമോ ഗുണമാണ് ജീവൻ ഇരിക്കുന്നത്. ഇപ്പം രജോഗുണ തമോ ഗുണങ്ങൾ ആ ഗുണങ്ങളുടെ എന്നുള്ള ഉപാധി മാറ്റിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കേവല ചൈതന്യം മാത്രം, അത് ഒന്നാണ് എന്ന് ബോധിക്കാൻ സാധിക്കും. ഒന്നാണെന്ന് അറിയുന്നതിനെയാണ് അദ്വൈതം എന്ന് പറയുന്നത്. അദ്വൈതം എന്ന് വെച്ചാൽ ജ്ഞാനം, അദ്വൈത ദർശനം ജ്ഞാനം. ഇതൊന്നാണെന്ന് കാണുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അദ്വൈത ദർശനം ജ്ഞാനം ഒന്നായിട്ട് കാണാൻ പറ്റുമോ? വാസ്തവത്തിൽ ഒന്ന് ഇതിനെ ചിന്തിച്ചു വന്നാൽ എങ്ങനെ കാണും? നമ്മുടെ ഈ കണ്ണുകൊണ്ടോ മുക്കുകൊണ്ടോ കാണുന്നതല്ല ഇത്. ഇത് തൻ്റെ ആ സമാധി അനുഭവം ഇതിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ദൃക്കിന് എല്ലാം ഒന്നാണ്. അവിടെ അന്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. കേവലം സുഷുപ്തി പോലും ഒരാൾക്ക് വേറെ ഒന്നുണ്ടോ? മനസ്സവിടെ ലയിച്ചു പോയതാണ്. ആ സുഷുപ്തിയിൽ അന്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? മകനെയോ മകളെയോ അല്ലെങ്കിൽ വാങ്ങിച്ച ഭൂമിയെയോ എന്തിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും ചിന്തയുണ്ടോ? താൻ മാത്രമാണ്. താൻ മാത്രമായിട്ട് ഇരിക്കുന്നത് തന്നെ സുഷുപ്തി. ഇത് തന്നെയാണ് ഉണർവോടുകൂടി ജാഗ്രതയോടു കൂടിയുള്ള സുഷുപ്തി തന്നെയാണ് സമാധിയായിട്ട്. നമ്മൾക്ക് ഉണർവിൽ തന്നെ ഈ ഒരു അവസ്ഥ ഇതിലുണ്ടാവും. ഉണ്ടാവണേ എന്ത് ചെയ്യണം? നമുക്കറിയാം, ഈ മനസ്സ് വ്യവഹരിക്കുന്ന ഈ ലോകവസ്തുക്കളെ പിടിച്ചാണ്. ഞാനെന്തു എൻ്റെതെന്നു എന്നുടലം പരുത്തതെന്നു ഇളയ്ത്തതെന്നു തന്നുടലെ താനെന്തു മതിക്കയാലേ എന്നൊക്കെ പറഞ്ഞ് തമിഴിൽ സിദ്ധന്മാരൊക്കെ ഒരുപാട് പാടി വെച്ചിട്ടുണ്ട്. തന്നുടലെ താനെന്തു മതിക്കയാലേ ഇன்பതുன்பം ഇരുവിനെയും തുണിവായി തേടി പിന്നെ ഉടലെടുപ്പതற்கு കർത്താവാകി പിറവി വിടാ കൊണ്ടുഴന്റെ നെഞ്ചേ കേളായി എന്ന് പറഞ്ഞൊക്കെ പാട്ട് കേട്ടിട്ടില്ല? ഇതൊക്കെ അറിയാം. ഇങ്ങനെ തമിഴ് സിദ്ധന്മാർ ജ്ഞാനികൾ ഘോരമായിട്ട് ഈ ഭാഗങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ പിൻബലമാണ് സത്യം പറഞ്ഞ ജിൻവാനന്ദ സ്വാമിയിലൂടെ നമുക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? വലിയ സംശയങ്ങളൊന്നുമില്ല. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് സ്വാമി ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വാമി സമാധിയാവുന്നത് നേരത്തെ മനസ്സിലാക്കിയിട്ട് എല്ലാ ആശ്രമങ്ങളും അനാഥമായി പോയതിൻ്റെ കാരണം അറിയാം എന്താണ്? ഒരു നല്ല പ്രകാശം ഉണ്ടായിരുന്നു അവിടെ, പക്ഷെ അത് പിൽക്കാലത്ത് അതിനെ ഏറ്റെടുത്ത് പകർന്ന് അതിൽ വെക്കാത്തക്ക ശേഷിയുള്ളവർ പിന്നെ ഇല്ല. അതുകൊണ്ട് എന്ത് പറ്റി? തങ്ങളെ അടിയും പിടിയും ബഹളവും ഒക്കെ ആയി എല്ലാ ആശ്രമങ്ങളും നശിച്ചു പോവുകയാണുണ്ടാവുള്ളൂ. ഇത് വരാതിരിക്കാൻ വേണ്ടി സ്വാമി വളരെ ദീർഘദൃഷ്ടിയോടുകൂടി പ്രവർത്തിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ഗ്രന്ഥങ്ങൾ? ഇത് തന്നെ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതിയ ഗ്രന്ഥങ്ങളാണ്. നമുക്ക് ഈ ഗ്രന്ഥം നേരിട്ട് വായിച്ചാൽ ഒന്നും മനസ്സിലാകാൻ പോലില്ല. അത് എളുപ്പമല്ലത്. അത് മലയാളത്തിലാക്കി, ഇത് തമിഴ് ഗ്രന്ഥമാണ്. ഈ പറയുന്ന വാസുദേവൻ തമിഴാണിത്. അതിനെ മലയാളീകരിച്ച് അദ്ദേഹത്തിൻ്റെ ജ്ഞാനികൾക്ക് മാത്രമേ അത് വ്യാഖ്യാനിച്ചാൽ പിന്നെ അത് വായിക്കുന്നവർക്ക് ഈ ജ്ഞാനം അതിൽ സിദ്ധിക്കുകയുള്ളൂ. മറ്റവരൊക്കെ വേറെ കഥ കേട്ടിട്ട് വേറെ ഏതോ തലത്തെ കൊണ്ടുപോകുന്നു. ഒരു പ്രയോജനമില്ല. ജ്ഞാനം ഇല്ലാത്തവർ ഇത് വ്യാഖ്യാനിച്ചാൽ എല്ലാം പോയി. അതാണ്. അപ്പോൾ അങ്ങനെയെല്ലാം ദീർഘദൃഷ്ടിയോടുകൂടി ചെയ്ത് വച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മളെല്ലാം അല്പമെങ്കിലും ഒരു സമാധാനമായിട്ടുള്ള കഴിയുന്നത്. അല്ലെങ്കിൽ പറ്റില്ല. അല്ലെങ്കിൽ സ്ഥാനത്തിന് വേണ്ടി അടി, പണത്തിന് വേണ്ടി, ഇങ്ങനെ ഓരോ തരത്തിലും എല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. സ്ഥാനമാനങ്ങൾക്കൊക്കെയാണ് കൂടുതലും. ഇവിടെ എന്തോ ഒരു പൊട്ട് ഭാഗ്യത്തിന് സ്വാമി ഇത് നേരത്തെ കണ്ടിരിക്കണം. അതുകൊണ്ടാണ് എല്ലാ ഗ്രന്ഥങ്ങളും അദ്ദേഹം എഴുതി വെച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞത്, വേറെ ഗ്രന്ഥങ്ങളൊന്നും നിങ്ങൾ വായിക്കരുത്, നിങ്ങൾ ഒരിടത്തും പോണ്ട, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് പൂർണ്ണമായി ഇവിടെ ഞാൻ തന്നിരിക്കുക. ഇതെല്ലാം ശ്രീ രാമാനന്ദ ഗുരുദേവൻ്റെ വഴിപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. വേറെ അതിൽ നിന്ന് വ്യതിചലിച്ച ഒന്നുമല്ല സ്വാമി ചെയ്തിരിക്കുന്നത്. കാരണം ഗുരുദേവൻ തമിഴ് ശാസ്ത്രങ്ങളെയാണ് പിടിച്ചിരിക്കുന്നത്. അദ്ദേഹമാണ് കൈവല്യത്തെ പിടിച്ചിരിക്കുന്നത്. തമിഴ് ശരിക്കും പറഞ്ഞാൽ കൈവല്യം നവനീതം എന്നുള്ള ഗ്രന്ഥം ശ്രീ രാമാനന്ദ ഗുരുദേവൻ വഴിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അത് മാധവാനന്ദ സ്വാമി, അതുവഴി ജ്ഞാനസ്വാമി, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. തമിഴ് വഴിയാണ്.
അങ്ങനെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തമിഴ് അറിയാവുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ എളുപ്പമാണ്. നമുക്ക് ഈ മലയാളീകരിച്ചൊക്കെ വന്നൊക്കെ പറ്റുള്ളൂ. അത് ജ്ഞാനിക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കഥ പോലെ ആവും. എല്ലാം മനസ്സിലാക്കി വെക്കും. അപ്പോൾ എന്താണ് താരം പറഞ്ഞത്? സജാതീയ വിജാതീയ സ്വതന്ത്ര ഭേദം. ഈ 3 ഭേദങ്ങളും ഏതിലില്ല? ആത്മാവിലില്ല. വേറൊന്ന് പറഞ്ഞു, ജാഗ്രത സ്വപ്ന സുഷുപ്തിയിൽ ബാധിക്കപ്പെടില്ല. ഇത് ജാഗ്രതത്തിലുണ്ട്, സ്വപ്നത്തിലില്ല എന്ന് പറയുന്ന രൂപത്തിലല്ല. ഇത് എല്ലാ അവസ്ഥകളിലും മാറാതെ നിൽക്കണം. ഒരു മാറ്റവും വരാതെ നിൽക്കുന്ന ഏതൊന്നുണ്ട്, അതാണ് ആത്മാ. അതാണ് നിന്റെ യഥാർത്ഥ രൂപം. ഈ രൂപത്തെ ആരാய்ந்து പോകാൻ മൈന്ദനെ. ഇതിനെ ആരാഞ്ഞറിയണം. വളരെ വളരെ ഗൗരവമായിട്ട് ആരാഞ്ഞറിയേണ്ട ഒരു രഹസ്യമാണ്. അല്ലെങ്കിൽ ഈ ശരീരം പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത ജന്മം എന്തായി വരുമെന്നുള്ളൊരു ഒരു നിശ്ചയമില്ല. അതിൻ്റെ ഉദാഹരണം കാണിച്ചിരിക്കുന്നത് താണ്ഡവ സ്വാമികൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ 100 ജന്മത്തിൽ 3 ജന്മം മാത്രമാണ് മനുഷ്യജന്മം കിട്ടിയത്. ബാക്കിയുള്ള 90 എത്ര ജന്മം? 7 ജന്മവും എന്തൊക്കെയോ ജന്തുക്കളായിട്ട് ജീവികളായിട്ടൊക്കെ ഇരുന്നു എന്നുള്ളതാണ്. കഷ്ടപ്പെട്ടു നരകിച്ചു ഒടുവിലാണ് ഈ ജന്മം കിട്ടിയതോടുകൂടി തന്നെ നല്ല പഠിച്ചു. ഇനി ഒരു ജന്മം എനിക്ക് ഇനി വേണ്ട എന്നൊക്കെ പറഞ്ഞ് പാടുന്നവർ പരിപാലയമാം നാരായണ ജയ എന്നൊക്കെ പറയും. അപ്പോൾ ഇതുപോലെ മനസ്സിലാക്കിയിട്ട് നമ്മളുമൊക്കെ കാകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ എന്നുള്ള രൂപത്തിൽ വലിയ ഹംസപക്ഷികൾക്ക് വളരെ ഉയർന്ന് പറക്കാൻ സാധിക്കും. നമുക്ക് ഈ കാക്കയ്ക്ക് പറക്കാൻ സാധിക്കുമോ? പക്ഷെ കാക്ക അതിന് ഉയർച്ച ചെയ്യണം. അതിനുവേണ്ടി ട്രൈ ചെയ്യണം. നമ്മളൊക്കെ അങ്ങനെ ട്രൈ ചെയ്ത് സാധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ വലിയ പരമഹംസന്മാരായിരിക്കുന്ന ആളുകളാണ്. അവരെ പറ്റി നമുക്ക് പറയാനുള്ള യോഗ്യതകൾ പോലും ഇല്ലാതെ അത്ര ഭയങ്കരമാണ്. അപ്പോൾ അവരെ പിടിച്ചുകൊണ്ട് സാധിക്കാനായിട്ട് എല്ലാവർക്കും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിവിടെ നിർത്താം. ദേവാദിദേവ സർവജ്ഞ സച്ചിദാനന്ദ വിഗ്രഹമാരുടെ ഉപദേശ പ്രസീത കരുണാനിധി ദീർഘദേണ്ട നമസ്കാരം എന്നുള്ള ജോഗിൽ സന്നിധവും ശരീരവൃത്തം പ്രാണൻ